ദുബായ് ദുബായ് എന്ന് പറഞ്ഞ കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ചെല്ലുമ്പോൾ തന്നെ എന്തെങ്കിലും പണി കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ അവനെ പറഞ്ഞാൽ കണ്ടില്ലേ. അതെ, ഇവിടുന്ന് പണി അന്വേഷിച്ച് ദുബായ് ചെല്ലണവർക്കൊക്കെ പണി ഉണ്ടാക്കി കൊടുക്കുന്ന പണിയല്ല അവിടുത്തെ ഗവൺമെന്റിന്. പണി നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. അല്ലാതെ പണിയൊന്നും വെറുതെ കിട്ടൂല. അപ്പോ അതിന് കുറച്ചു കാലം കാത്തിക്കേണ്ടി വരും. അതിന് ഈ തിരക്കൂട്ടിയിട്ടൊന്നും കാര്യമല്ല. ഈ കാത്തുക്കുക എന്ന് പറഞ്ഞാലേ ഓൻ പോയിട്ട് ഒരു മാസമായി. എത്രയെന്നില്ല കാത്തുക്കുക? ഒരു മാസമല്ലായിട്ടുള്ളൂ. ഒരു കൊല്ലം വരെ ഒരു പണിയില്ലാതെ റൂമിൽ കാത്തിരുന്ന ആൾക്കാരുണ്ട്. ഒരു കൊല്ലം 2 കൊല്ലം കാത്തിരുന്നിട്ട് ഒരു പണിയും കിട്ടാതെ അവസാനം പെരേക്ക് തിരിച്ചു പോകുന്ന ആൾക്കാർ വരേണ്ട്. എന്നിട്ടാ പൻ്റെ ഒരു മാസം. അതിനിപ്പം എന്തിനാ ചൂടാണ്? ഞാൻ സങ്കടം പറഞ്ഞല്ലേ ഉള്ളൂ. എന്ന് എൻ്റെ ഒപ്പം പണിക്ക് വന്നാലും എൻ്റെ സങ്കടം കേൾക്കാനേ എനിക്ക് ഒഴിവുള്ളൂ. പണിയെടുക്കാൻ ഒഴിവില്ല. ഈ കുറച്ചേരൊന്നും ഉണ്ടാതെ പണിയെടുക്ക്. ബാപ്പേ ഒന്നിങ്ങോട്ട് വരി. എന്താടാ ബാപ്പേ ഗൾഫിൽ നിന്ന് കാക്ക അയച്ച വോയിസ് ആണ് ഇത്. നിങ്ങൾ കേട്ടു നോക്കിയാണ്. എടാ ബാപ്പുട്ടിയെ, എനിക്ക് നല്ലൊരു പണി കിട്ടി. ഒരു പണി എടുക്കണ്ട. ദിവസം 100 ദിർഹംസ് വെച്ചിട്ട് മാസത്തിലെ നാട്ടിലെ കൂട്ടിയ 60,000 ഉറുപ്യ. ഇൻഷാ അല്ലാ ഇതോടെ നമ്മുടെ എല്ലാ പ്രശ്നവും തീരും. പിന്നെ ഉപ്പാനോടും ഉമ്മാനോടും ഈ പറഞ്ഞേക്ക്. ഞാൻ പിന്നെ വിളിക്കാട്ടോ. കേട്ടില്ലടാ, എന്റെ മോനെ ദുബായിൽ പണി കിട്ടി. മാസം 60,000 ഉറുപ്യ ശമ്പള. അനക്കിന്റെ സങ്കടം കേൾക്കുമ്പോൾ വലിയ ചൊറിച്ചിലേനിയല്ലോ അല്ലേ?